ഹായ് അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമല്ലേ? ഞാനും ഇവിടെ സുഖമായിരിക്കണം, അൽഹംദുലില്ലാ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഞാൻ പറയാൻ പോണ കാര്യം ഒരു കംപ്ലീറ്റ് ഓപ്പൺ ആയിട്ടുള്ളൊരു ഫാമിലി ലിവിങ് ഏരിയ സെറ്റപ്പ് എങ്ങനെ നമുക്ക് സെറ്റ് ചെയ്തെടുക്കുക എന്നുള്ളതാണ് കേട്ടോ. ഈ കാണുന്നതാണ് നമ്മുടെ ഫാമിലി ലിവിങ് ഏരിയ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ഇത്രയും ഓപ്പൺ ആയിട്ടുള്ളൊരു കൺസെപ്റ്റിൽ എന്തുകൊണ്ട് ഈ ഒരു ഏരിയ നമ്മൾ സെറ്റ് ചെയ്തെടുത്തു എന്നുള്ളതിൻ്റെ റീസൺ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ആ ദൂരെ കാണുന്നതാണ് നമ്മുടെ കിച്ചണ് വന്നിട്ട്. പിന്നെ അതുപോലെ എല്ലാം ഇവിടെ ഓപ്പൺ ആണ് കേട്ടോ. ആ അറ്റത്ത് കാണുന്നത് കിച്ചണ്, പിന്നെ അതിനോട് ചാരി കാണുന്നത് ഡൈനിങ് ഏരിയ, പിന്നെ അതിൻ്റെ ഇപ്പുറത്ത് ചെറിയൊരു പാർട്ടീഷൻ കൊടുത്തിട്ട് വരുന്നതാണ് നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ. ഇതെല്ലാം കൂടെ സത്യം പറഞ്ഞാൽ ഒരൊറ്റ ഹോളാണ് കേട്ടോ. നമ്മളിങ്ങനെ ചെറിയ പാർട്ടീഷൻസ് കൊടുത്തേ ഉള്ളൂ. ഇപ്പോൾ ഞാൻ ഫാമിലി ലിവിങ് ഏരിയയിൽ നിന്നുള്ള വ്യൂ ആണ് കാണിക്കുന്നത്. ആ കാണുന്നതാണ് നമ്മുടെ ഓപ്പൺ കിച്ചൺ വരുന്നത്. പിന്നെ അതിനോട് ചാരി ഈ കാണുന്നത് നമ്മുടെ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയയിൽ നിന്ന് ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇങ്ങോട്ട് ആക്സസ് ഉണ്ട് കേട്ടോ. നമുക്ക് ഡൈനിങ് ഏരിയയിൽ ഫുഡ് കഴിക്കുന്ന സമയത്ത് ടി വി കാണാൻ പറ്റും. പിന്നെ ആ അറ്റത്ത് വരുന്നതാണ് നമ്മുടെ ഫോർമൽ ലിവിങ് ഏരിയ. അപ്പോൾ ഈ കാണുന്ന ഈ ഒരു യെല്ലോ സോഫയിൽ ഇരുന്നിട്ടാണ് നമ്മൾ ശരിക്കും ഫാമിലി ലിവിങ് ഏരിയയിൽ ടി വി കാണാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും ഓപ്പൺ ആയിട്ട് നമ്മൾ ഇങ്ങനെ ഒരു കൺസെപ്റ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് പ്രൈവസി കൊടുക്കണ്ട എന്ന് വിചാരിച്ചിട്ട് തന്നെയാണ് കേട്ടോ. കാരണം നമ്മളെപ്പോഴും ഓരോരോ പണികളുമായിട്ട് തിരക്കിലായിരിക്കും. ചിലപ്പോൾ അടുക്കളയിലായിരിക്കും, ചിലപ്പോൾ നമ്മളാരെങ്കിലും ഫുഡ് കഴിക്കായിരിക്കും, അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും. അപ്പോൾ ആരെങ്കിലും ഒരാൾ എപ്പോഴും ചിലപ്പോൾ ടി വി കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടാവും. അപ്പോൾ കുട്ടികളാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ അവരെന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്, അത് ആഡ് ആയിക്കോട്ടെ, അല്ലാത്ത പ്രോഗ്രാംസ് ആയിക്കോട്ടെ, കാർട്ടൂൺ ആയിക്കോട്ടെ, എന്താണെങ്കിലും അവരെന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് എപ്പോഴും ഒരു ശ്രദ്ധ, നമ്മുടെ ഒരു കണ്ണ് വേണം. നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ള ബോധ്യം അവർക്കും വേണം. അപ്പോഴാണ് നമുക്ക് എന്താ പറയുക, കുട്ടികൾക്ക് എന്തൊക്കെയാണ് അവർക്ക് ഈ മീഡിയയിലൂടെ കിട്ടുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുള്ളൂ. അപ്പോൾ ആ ഒരു ഒറ്റ റീസൺ വിചാരിച്ചിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഓപ്പൺ ആയിട്ട്, ഇത്രയും ഓപ്പൺ ആയിട്ട്, നമ്മൾ പണ്ടുള്ള വീടുകളിലൊക്കെ അങ്ങനെയാണല്ലോ, ഡൈനിങ് ഹാളിലാണ് നമ്മൾ ടി വി ഉണ്ടാവുക. ഇപ്പം അങ്ങനെയല്ല. ടി വി എല്ലാവരും ടി വിക്കായിട്ട് പ്രത്യേകം ഏരിയ, പ്രത്യേകം തിയേറ്ററൊക്കെ വീടിൻ്റെ ഉള്ളിൽ സെറ്റ് ചെയ്തിട്ട് സൗണ്ട് പോലും പുറത്തേക്ക് വരാത്ത രീതിയിൽ നമ്മൾ റൂം സെറ്റ് ചെയ്ത് വെക്കും. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എപ്പോഴും കുട്ടികൾ കൂടെ ഇരുന്നിട്ട് ടി വി കാണാനൊന്നും പറ്റൂല. കുട്ടികൾ എന്താണ് ഇതിലൂടെ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമുക്കൊരു ഐഡിയ ഉണ്ടാവില്ല. പിന്നെ കുട്ടികളുടെ കാര്യത്തിൽ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കലുണ്ടോ? ഞാനിപ്പോൾ ഈ ഒരു ഏരിയ ഇങ്ങനെ സെറ്റ് ചെയ്തതിനെ കുറിച്ച് യോജിപ്പുള്ളവരുണ്ടാവാം, യോജിപ്പില്ലാത്തവരുണ്ടാവാം. ചിലർ കുട്ടികൾക്ക് അവരുടേതായ പ്രൈവസി കൊടുക്കണം, അതിൽ നമ്മൾ കൈയെടുത്താൻ പാടില്ല, എല്ലാവരും ഓരോരോ വ്യക്തികളാണെന്നൊക്കെ പറയുന്ന ആളുകളുണ്ടാവും. പക്ഷെ ഞാൻ അതിനോടൊട്ട് യോജിക്കണില്ല. കുട്ടികൾ അവരുടെ പ്രായത്തിൽ ശരിയേതാണ് തെറ്റേതാണ് എന്ന് മനസ്സിലാക്കാൻ പറ്റാത്തൊരു പ്രായത്തിൽ, അതിനിപ്പോൾ ടീനേജ് ആയിക്കോട്ടെ, എന്നാൽ പോലും നമ്മുടെ ഒരു കണ്ണ് വേണം, നമ്മുടെ ഒരു ശ്രദ്ധ വേണം. അവർ തെറ്റായത് കാണുമ്പം അത് കാണാൻ പാടില്ല എന്നും ശരിയായതിലേക്ക് നമ്മൾ ഡൈവേർട്ട് ചെയ്യാനൊക്കെ ഉത്തരവാദിത്തമുള്ളവരാണ് നമ്മൾ. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും അവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം എന്ന് വിചാരിക്കുന്ന ഒരു പാരൻ്റാണ് ഞാൻ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ. ഇനി നമുക്ക് ഈ ഒരു ഏരിയയിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് കാണിച്ചു തരാം. ഇതിപ്പോൾ ഈ ഒരു ടി വിൻ്റെ താഴെയായിട്ട് ചെറിയ ഒരു യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് നമ്മൾ. അത് മൾട്ടിവുഡിലാണ് കേട്ടോ ചെയ്തത്. ഇതൊക്കെ റെഡിമെയ്ഡ് മേടിച്ചതല്ല. റെഡിമെയ്ഡ് മേടിക്കാൻ വേണ്ടി നമ്മൾ മഞ്ചേരിയിലുള്ള എലൈറ്റ് അതുപോലുള്ള വലിയ വലിയ ഷോപ്പുകളിലൊക്കെ കോഴിക്കോടൊക്കെ പോയി നോക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷെ നല്ല റേറ്റ് വരും കേട്ടോ റെഡിമെയ്ഡ് മേടിക്കുമ്പം. പക്ഷെ നമ്മളിങ്ങനെ ആളുകളെ കൊണ്ടുവന്നിട്ട് ഇൻറ്റീരിയർ ചെയ്യിപ്പിക്കുമല്ലോ, അങ്ങനെ ചെയ്യിപ്പിക്കുന്നതാണ് ശരിക്കും ലാഭമായിട്ട് ഞങ്ങൾക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ മൈക്കയും മൾട്ടിവുഡൊക്കെ സെപ്പറേറ്റ് മേടിച്ചിട്ട് അങ്ങനെ സ്ക്വയർ ഫീറ്റിന് കണക്കാക്കിയിട്ടാണല്ലോ നമ്മൾ ചെയ്യിക്കാം. അങ്ങനെ ചെയ്യിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് മൾട്ടിവുഡിലാണ് ചെയ്തത്. ആ 4 ഡോറുകൾ വെച്ചിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ആ സെൻറ്ററിൽ വരുന്ന 2 ഡോറിന് ഗ്ലാസ് വെക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ടി വിയുടെ റിസീവറൊക്കെ അതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ റിമോട്ട് വർക്ക് ചെയ്യുന്ന സമയത്ത് ആ ഒരു ആക്സസ് കിട്ടണമെങ്കിൽ, റിമോട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ ഗ്ലാസിൻ്റെ ഒരു പാർട്ടീഷൻ സെൻറ്ററിൽ ഇങ്ങനെ കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് അവിടെ നമ്മൾ ഗ്ലാസ് കൊടുത്തത്. പിന്നെ ടി വിൻ്റെ സൈഡിൽ നമ്മൾ ചെറിയൊരു കണ്ടാൽ നല്ല ഒറിജിനലാണെന്ന് തോന്നും, നല്ല ഭംഗിയുള്ളൊരു ചെറിയ ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണ്. ഞാൻ വാഷ് ബേസിൻ്റെ ഏരിയ കാണിച്ചപ്പോൾ അവിടെ ഒരു കുഞ്ഞ് പ്ലാന്റ് വെച്ചത് കാണിച്ചു തന്നിട്ടില്ലേനോ, പ്ലാസ്റ്റിക്കിൻ്റെ. ശരിക്കും റിയലാന്ന് തോന്നുന്നതാണല്ലോ. ഒരുപാട് പേര് അതിനെക്കുറിച്ച് കമൻറ്റൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതേ ഷോപ്പിൽ നിന്ന്, ഇൻ ഹോം ഡെക്കോർ എന്ന് പറഞ്ഞിട്ടുള്ള അതേ ഷോപ്പിൽ നിന്ന് മേടിച്ചിട്ടുള്ള ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് ആണിത്. ചെറിയ റേറ്റിന് കിട്ടിയതാണ് കേട്ടോ. ഞാൻ വലിയ വലിയ റേറ്റ് കൊടുത്ത സാധനങ്ങളൊന്നും മേടിക്കുന്ന ആളല്ല. കുറേ സ്ഥലങ്ങൾ എല്ലാം കൂടെ കുറേ സാധനങ്ങൾ മേടിച്ച് കുത്തി നിറക്കണം എന്ന് വിചാരിക്കുന്ന ആളും അല്ല. കാരണം ഇതൊക്കെ നമ്മൾ പൊടി തട്ടി ക്ലീൻ ആക്കണ്ടേ. അപ്പോൾ മിനിമൽ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പിൻറ്ററസ്റ്റൊക്കെ നോക്കിയിട്ട് കുറേ എസ്തെറ്റിക് വൈബ്, എന്താ പറയുക, ഇൻസ്റ്റാഗ്രാമൊക്കെ നോക്കിയിട്ട് എസ്തെറ്റിക് വൈബ് ഉണ്ടാക്കാൻ നോക്കിക്കഴിഞ്ഞാൽ കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ച് വെക്കും, നമ്മുടെ പൈസയും പോവും, പിന്നെ ഇതൊക്കെ ക്ലീൻ ആക്കുവാൻ വേണമല്ലോ. അപ്പം മിനിമലായി ചെയ്യുകയാണ് ഏറ്റവും നല്ലത്. എന്നാൽ നമുക്ക് അതിനനുസരിച്ച് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റും. ഇതെന്താണെന്നറിയോ, ഈ ഒരു ബോട്ടിൽ നമ്മളിവിടെ വീട് പണി നടക്കുന്ന സമയത്ത് ചുമരൊക്കെ സിമെൻറ്റ് തേക്കുമല്ലോ, അങ്ങനെ സിമെൻറ്റ് തേച്ചിട്ട് അതിങ്ങനെ സ്പ്രേ ചെയ്ത് നനക്കാൻ വേണ്ടിയിട്ട്, അത് ഇടയ്ക്കിടയ്ക്ക് നനച്ചു കൊടുക്കണ്ടേ, അപ്പോൾ അത് നനക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു സ്പ്രേ ബോട്ടിൽ മേടിച്ച് നോക്കിയതാണ് ഞങ്ങൾ രണ്ടാളും. അങ്ങനെ അത് സ്പ്രേ അടിച്ചടിച്ചടിച്ചടിച്ച് അത് കേട് വന്നു. അത് കേട് വന്നപ്പോൾ ആ ബോട്ടിൽ
ക്ലോത്തിലെടുത്ത് കഴുകി നന്നാക്കിയിട്ട് ഞാൻ അതിനകത്ത് വെള്ളം ഫില്ല് ചെയ്ത് നമ്മുടെ ഫിലോഡൻഡ്രൻ പ്ലാന്റ് വെച്ചതാണ് കേട്ടോ. ഫിലോഡൻഡ്രൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ അതിന് വലിയ വെയിലൊന്നും കിട്ടിയില്ലെങ്കിലും വെറുതെ വെള്ളത്തിൽ ഇങ്ങനെ ഇട്ട് വെച്ചാൽ പ്ലാസ്റ്റിക് ചെടി നിൽക്കണ പോലെ നല്ല ഫ്രഷ് ആയിട്ട് അടിപൊളിയായിട്ട് നിൽക്കും. പിന്നെ ടിവിയുടെ ബാക്കിൽ കാണുന്ന ആ ക്ലാഡിംഗ് ബോളിൽ ചോക്ക് കൊണ്ട് ഇങ്ങനെ ഒരു വെള്ള ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചത് കണ്ടില്ലേ, അത് നമ്മൾ ടി വി അവിടെ ഫിറ്റ് ചെയ്യണതിന് മുന്നേ അളവെടുത്ത് നോക്കിയതാണ് കേട്ടോ. താഴെ നിന്ന് എത്ര ഹൈറ്റിൽ ടി വി വെക്കണം എന്നൊക്കെ അളവെടുത്ത് നോക്കിയിട്ട് ഞങ്ങൾ ചോക്ക് കൊണ്ട് ഇങ്ങനെ വരച്ചിട്ടുണ്ടായിരുന്നു. അത് ഇപ്പോൾ 1.5 വർഷം മുമ്പ് വരച്ചതാണ്, ഇതുവരെ ക്ലീൻ ആക്കി കളഞ്ഞിട്ടില്ല. അതിന്റെ കാരണം എന്താ വെച്ചാൽ നേരിട്ട് നോക്കുമ്പോൾ ശരിക്കും കാണൂല, അപ്പോൾ വീഡിയോ എടുക്കുമ്പോൾ നല്ല ക്ലിയറിൽ ഇങ്ങനെ കാണുന്നതുകൊണ്ട് അത് എടുത്തിങ്ങനെ കാണിക്കുന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആ ഒരു ഏകദേശം ആ ഒരു ഹൈറ്റ് കണക്കാക്കിയിട്ടാണ് നമ്മൾ അന്ന് വെച്ചത്. പിന്നെ ടിവിയുടെ നേരെ മേലെ ജസ്റ്റ് അവിടെ കുറച്ച് സ്പേസ് ഇങ്ങനെ കാലിയായി കിടക്കുന്നതുകൊണ്ട് അവിടെ ഒരു തട്ട് നമ്മളിങ്ങനെ മൾട്ടിവുഡിന്റെ വേസ്റ്റ് പീസൊക്കെ എടുത്തിട്ട് അവിടെ ഒരു തട്ട് ഇങ്ങനെ കൊടുത്തു. എന്നിട്ട് അതിൽ നമ്മൾ കുറച്ച് നമ്മുടെ കയ്യിൽ ഓൾറെഡി ഉണ്ടായിരുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഇങ്ങനെ വെച്ചിക്കാണ്. പിന്നെ ഒരു ചെറിയ ക്ലോക്ക് ഉണ്ട്, പണ്ടെങ്ങോ മേടിച്ചിട്ടുള്ളൊരു റേഡിയോ, പിന്നെ കുറേ കാലം മുമ്പ് വാവ് കോഴിക്കോട് പോയി വരുമ്പോൾ വരുന്ന വഴിക്ക് മേടിച്ചിട്ടുള്ളൊരു കുഞ്ഞു റാന്തലാണ് കുട്ടിക്ക് കൊണ്ടുവന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി. അന്ന് മോള് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അപ്പോൾ മോൾക്ക് കൊണ്ടുവന്ന് ഈ റാന്തൽ എന്താണെന്ന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു കുഞ്ഞു റാന്തൽ മേടിച്ചുകൊണ്ടുവന്നായിരുന്നു കേട്ടോ. അതിൻ്റെ അടിയിൽ മണ്ണെണ്ണയൊക്കെ ഒഴിച്ചിട്ട് കത്തിക്കാനൊക്കെ പറ്റുന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ ഇതുവരെ കത്തിച്ചൊന്നും നോക്കിയിട്ടില്ല. അതിങ്ങനെ അതിൻ്റെ കളറൊക്കെ പോയി ഒരു ആൻറ്റിക് ലുക്കിലാണ് ഉള്ളത്. അപ്പോൾ അത് അങ്ങനെ തന്നെ നമ്മളത് പിന്നെ നന്നാക്കാനൊന്നും നിന്നിട്ടില്ല, അത് അങ്ങനെ തന്നെ അങ്ങ് വെച്ചിരിക്കുകയാണ്. കാണാൻ നല്ല രസമുണ്ട്, നല്ല ക്യൂട്ടാണ്. പിന്നെ അതിൻ്റെ അപ്പുറത്ത് മുകളിൽ കുറച്ച് ട്രോഫികൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഇനി ഞാൻ നിങ്ങൾക്ക് ഈ ഒരു ടി വി ഏരിയ നിങ്ങൾ സെറ്റ് ചെയ്യുമ്പോൾ ഞങ്ങൾക്ക് പറ്റിയൊരു അബദ്ധം ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതായത് ഇതിൻ്റെ വയറൊക്കെ പോകാൻ വേണ്ടി ശരിക്കും ഇപ്പോൾ ഈ വെച്ചിട്ടുള്ള ചുമരിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ കീറിയിട്ട് ഓട്ടയാക്കിയിട്ട് നമ്മൾ ശരിക്കും ചാല് കീറിയിട്ട് എടുക്കണം. അത് നമുക്ക് അറിയാൻ പാടില്ലായിരുന്നു. നമ്മൾ അത് ചെയ്യാതെ തന്നെ ക്ലാഡിംഗ് വർക്ക് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിഞ്ഞത് ഈ വയറെല്ലാം കൂടെ ഇനി ഈ താഴേന്ന് മേലേക്ക് ടി വിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോകണം എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം വന്നപ്പോൾ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ആ വയറൊക്കെ ഇങ്ങനെ അവിടെ തൂങ്ങി കിടക്കുമ്പോൾ അതൊരു വൃത്തികേടാവും എന്നൊക്കെ പറഞ്ഞ് ഇൻറ്റീരിയർ നമ്മുടെ കിച്ചൻ്റെ വർക്കൊക്കെ ചെയ്യാൻ വന്ന ആ കമ്പനീൻ്റെ ആൾക്കാരൊക്കെ നമുക്ക് സജഷൻ പറഞ്ഞത് ഇങ്ങനെ അങ്ങനെ ഞാൻ ആകെ വൃത്തികേടാവും, നിങ്ങൾ ഇത്രയും ഭംഗിയിലൊക്കെ ചെയ്തിട്ട് ഇത് അവസാനം ഈ ഒരു ടി വിൻ്റെ ഏരിയ വന്നപ്പോൾ ഇങ്ങനെ ആയി പോയല്ലോ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ മൊത്തം ഒരു കൺഫ്യൂഷനിലായി. ഞങ്ങൾ രണ്ടാളും കൂടി പിന്നീട് ആലോചിച്ചുണ്ടാക്കിയ ഒരു സെറ്റപ്പാണ് നിങ്ങൾ ഈ കാണുന്നത്. അതായത് നമ്മൾ പണ്ട് നിലത്തിരുന്നിട്ട്, അതായത് ഇങ്ങനെ പലക ഇട്ടിട്ട് ഇരുന്നിട്ടല്ലേ നമ്മൾ ഫുഡൊക്കെ കഴിക്കുക, ഡൈനിങ് ടേബിളൊക്കെ വരുന്നതിന് മുന്നേ. അപ്പം അതുപോലൊരു പലക പോലെ നമ്മൾ ഈ മൾട്ടിവുഡിൻ്റെ പീസ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഉണ്ടാക്കി. അവിടെ ഫിക്സ് ചെയ്ത് വെക്കൊന്നുമില്ല, ജസ്റ്റ് അവിടെ ഇങ്ങനെ വെക്കുള്ളൂ കേട്ടോ. ഇത് ഇങ്ങനെ നമ്മളൊരു പീസ് ഉണ്ടാക്കിയിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് ചെറുതായിട്ടൊരു കട്ട് കൊടുത്തു. കണ്ടോ നിങ്ങൾ, അവിടെ ചെറുതായിട്ട് ഒരു പീസ് ഇവിടെയും ഒരു വിരലിൻ്റെ ഒക്കെ ഒരു ഗ്യാപ്പുള്ളൂ കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ വയറിങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റേ സൈഡിലും അതുപോലെ തന്നെ ചെറിയൊരു ഗ്യാപ്പ് കൊടുത്തു. അതെന്തിനാന്ന് വെച്ചാൽ ഇത് നമ്മൾ ആ വയർ കാണാത്ത രീതിയിൽ ടി വിൻ്റെ അടിയിൽ ഇങ്ങനെ ആ വയറിനെ ഹൈഡ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ട് അവിടെ വെക്കാനാണ് കേട്ടോ. കാരണം താഴെയുള്ള ആ യൂണിറ്റിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെ എല്ലാ അൽക്കുലത്തെ സാധനങ്ങളും കിടക്കുന്നത്. അപ്പോൾ അവിടെ നിന്ന് വയർ ടി വിൻ്റെ ബാക്കിൽ കൊണ്ടുപോയി കണക്ട് ചെയ്യണം. അപ്പോൾ ആ കണക്ട് ചെയ്യുന്ന ഇങ്ങനെ ഒന്നായിട്ട് ഇങ്ങനെ വയർ തൂങ്ങി അവിടെ കിടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഈ ഗ്യാപ്പിൽ കൂടെ നമ്മൾ എന്ത് ചെയ്യും, ആ വയർ ഇങ്ങനെ ഹൈഡ് ചെയ്തെടുത്തിട്ട് ടി വിൻ്റെ ബാക്കിലേക്ക് കൊണ്ടുപോവാം എന്നുള്ളൊരു ഐഡിയ. അത് ഞങ്ങളെ മനസ്സിൽ തോന്നുന്ന ഓരോരോ അപ്പോൾ വീണെടുത്ത് കിടന്ന് ഉരുള എന്ന് പറയില്ലേ, അങ്ങനെ തോന്നുന്ന ഓരോ സംഗതികളാണ് കേട്ടോ. അത് ചിലപ്പോൾ വേറെ ആളുകൾക്ക് ഇതിനെപ്പറ്റി അറിയുന്ന ആളുകൾ കാണുമ്പോൾ ഇതെന്തെങ്ങനെ ചെയ്തത് ബോറാണല്ലോ എന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. പക്ഷെ ഞങ്ങൾക്കിത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ ചെയ്തിട്ടുള്ളൊരു സെറ്റപ്പാണത്. പിന്നെ എന്താ പറയുക, അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ ടി വി ഇങ്ങനത്തെ ഒരു ഏരിയ ഒക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി വയർ ഇതിൻ്റെ ഈ താഴെ കാണുന്ന ഈ ഷെൽഫിൻ്റെ ഉള്ളിൽ നിന്ന് വയർ ടി വിയിലേക്ക് പോകേണ്ടി വരും എന്ന് ആദ്യം തന്നെ മനസ്സിലാക്കുക. അപ്പോൾ ചുമരിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ അതിനുള്ള പൈപ്പോ എന്തെങ്കിലുമൊക്കെ കൊടുത്തിട്ട് അത് ഹൈഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ചെയ്യുകയാണെങ്കിൽ നല്ല വൃത്തിക്ക് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, നമുക്ക് ഓൾറെഡി പറ്റിയതുകൊണ്ട് പിന്നെ ഈ ക്ലാഡിംഗ് ഒക്കെ പൊട്ടിച്ച് കളയണല്ലോ എന്ന് ആലോചിച്ചിട്ട് നമ്മൾ അങ്ങനെ ഒരു റിസ്ക് എടുക്കാണ്ടിരുന്നതാണ് കേട്ടോ. ഇനി ഞാൻ ഈ ഏരിയയുടെ ഒരു സൈസ് പറയാം. അതായത് ഈ ഒരു ഏരിയയുടെ വീതി വന്നിട്ട് 390 മീറ്ററാണ്. ഇത് നമ്മളിവിടെ സെപ്പറേറ്റ് ചെയ്തിട്ടുള്ള എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ ഒരു ലിവിങ് ഏരിയ, ഫാമിലി ലിവിങ് ഏരിയ നമ്മളൊരു വുഡൻ ഫ്ലോർ പോലെ ഇങ്ങനെ ടൈൽസ് ആണ് കേട്ടോ. ഇത് വുഡൻ ടൈൽസ് ഇട്ടിട്ട് നമ്മൾ സെപ്പറേറ്റ് ആക്കി. എന്നിട്ട് അതിൻ്റെ 2 സൈഡിലും പാത്ത് ആയിട്ട് നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വൈറ്റ് കളറിലുള്ള, വൈറ്റ് മീൻസ് പ്യുവർ വൈറ്റ് അല്ല, ഒരു ബേജ് കളറിലുള്ള ടൈൽസ് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഈ 2 സൈഡിലും വരുന്ന വൈറ്റ് ഭാഗം ഉണ്ടല്ലോ, അത് 1 മീറ്റർ ആണ് വരുന്നത്. ഈ സൈഡിൽ 1 മീറ്റർ, സോഫയുടെ മറ്റേ സൈഡിലും 1 മീറ്റർ. സെൻറ്ററിൽ വരുന്ന ആ വുഡൻ ടൈൽസ് ഇട്ട ഭാഗമാണ്
അതുകൊണ്ടാണ് 1.90 എന്ന് ഞാൻ പറഞ്ഞത്. അപ്പോൾ മൊത്തത്തിൽ 3.90 ആവും. ഓക്കെ, അങ്ങനെയാണ് ഇതിന്റെ വീതി വന്നിട്ടുള്ളത്. നമ്മൾ ഈ ഒരു വീട് ചെയ്യുന്ന സമയത്ത് നമുക്ക് നടക്കാനുള്ള ഒരു വഴി, വീടിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെയുള്ള പാസേജിനുള്ള ഒരു വഴി നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് തന്നെ അവിടെ ഫർണിച്ചർ ഒന്നും തടസ്സം വരാത്ത രീതിയിൽ തന്നെ നിൽക്കണം. അത് പെട്ടെന്ന് കണ്ടാൽ മനസ്സിലാകുന്ന രീതിയിൽ നിൽക്കണം എന്നുള്ളതുകൊണ്ടാണ് നമ്മൾ ആ നടക്കാനുള്ള ഏരിയ എല്ലാം നമ്മൾ ഒരു കളറിൽ ചെയ്തത്. എന്നിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് സെൻറ്ററിൽ ഇതേപോലെ ആ ഒരു ഏരിയയിൽ വുഡൻ ടൈൽസ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിലും വുഡൻ തീം വരുന്ന രീതിയിൽ നമ്മൾ പെയിന്റ് ചെയ്യാണ് ചെയ്തത്. അതായത് ജിപ്സം സീലിംഗ് ആണ് ചെയ്തിട്ടുള്ളത്, അല്ലാതെ വുഡൻ പാനലിംഗ് ഒന്നും അല്ല. എന്നിട്ട് അതിൻ്റെ മുകളിൽ നമ്മൾ വുഡൻ കളറിൽ പെയിന്റ് ചെയ്ത് വരയ്ക്കുകയാണ് ചെയ്തത്. ആൻഡ് ഈ TV ഫിറ്റ് ചെയ്തിട്ടുള്ളത് ഒരു പാർട്ടീഷൻ വാളിലാണ്. അതായത് നമ്മൾ ഈ വീട് പണിയുന്ന സമയത്ത് തന്നെ കല്ല് വെച്ച് പടുത്തിട്ട് ഒരു ചുമര് അവിടെ ഉണ്ടാക്കുകയാണ് കേട്ടോ ചെയ്തത്. പക്ഷെ ആ ചുമര് നമ്മൾ മേലെ സീലിംഗിലേക്ക് മുട്ടിച്ചിട്ടില്ല. നമ്മൾ അത് കുറച്ച് ഹൈറ്റ് എത്തിയപ്പോൾ നമ്മളത് നിർത്തിയിട്ട് അതൊരു പാർട്ടീഷൻ പോലെ അങ്ങനെ വെച്ചിട്ട് അതിൽ നമ്മൾ ക്ലാഡിംഗ് ഒക്കെ ചെയ്ത് അതിൻ്റെ ചുറ്റും, അതായത് അതിൻ്റെ 2 സൈഡിലും മുകളിലുമായിട്ട് നമ്മൾ മൾട്ടിവുഡ് കൊണ്ട് പാക്ക് ചെയ്ത് എടുത്തേക്കാണ് കേട്ടോ. വിൻഡോൻ്റെ ചുറ്റൊക്കെ നമ്മൾ പാക്ക് ചെയ്യുമല്ലോ, അതുപോലെ നമ്മൾ മൾട്ടിവുഡ് കൊണ്ട് പാക്ക് ചെയ്തിട്ട് ആ വോളിൽ ക്ലാഡിംഗ് ചെയ്തിരിക്കുകയാണ്. ഈ ക്ലാഡിംഗ് തന്നെയാണ് നമ്മൾ വീടിൻ്റെ പുറത്ത് ആ തറയുള്ള ഭാഗം ഉണ്ടല്ലോ അവിടെ നമ്മൾ ഫ്രണ്ടിലൊക്കെ ഇങ്ങനെ ക്ലാഡിംഗ് കൊടുത്തിട്ടുള്ളത്. ഈ സെയിം മെറ്റീരിയൽ ആണ്. വീടിൻ്റെ 1ാം നിലയിലും ചുമരുമേലും നമ്മളൊരു ഏരിയയിൽ ഹൈലൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ സെയിം ക്ലാഡിംഗ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്കാണ് നമ്മൾ TV ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഈ വാളിൻ്റെ നേരെ ഓപ്പോസിറ്റ് സൈഡിൽ നമ്മുടെ ഒരു പ്രൈവറ്റ് മേക്കപ്പ് യൂണിറ്റ് ഏരിയ, അതേപോലെ അത് കഴിഞ്ഞ ഒരു ഓപ്പൺ പ്രെയർ ഏരിയ ഒക്കെയാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് ഞാൻ പിന്നീട് കാണിക്കാം കേട്ടോ. ഇപ്പോൾ നമ്മൾ ലിവിങ് ഏരിയനെ കുറിച്ച് മാത്രം കാണിക്കാം. ഇതിൻ്റെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ സാധനങ്ങളൊക്കെ ഷോപ്പീസ് മാതിരി വെക്കാം കേട്ടോ. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ കുറേ സാധനങ്ങളൊന്നും മേടിച്ച് വെക്കലില്ല. കാരണം അതിൻ്റെ മേലിലൊക്കെ നമ്മൾ കയറി പൊടിയൊക്കെ തട്ടി ആ ഓരോ സാധനങ്ങളും എടുത്ത് അതൊക്കെ തുടച്ച് നന്നാക്കി ക്ലീനാക്കി ഒക്കെ വെക്കണ്ടേ. പിന്നെ മാറാലെ വരും, അത് തട്ടണം. അപ്പോൾ അവിടെയൊക്കെ സാധനങ്ങൾ ഉണ്ടാകുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാവും. അപ്പോൾ കഴിയുന്നതും ഏരിയാസൊക്കെ നമ്മൾ പ്ലെയിൻ ആക്കി വിടുക എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്ലീനിങ് ഒന്നും കൂടി ഈസി ആവും. ക്ലീനിങ്ങിനെ കുറിച്ചാണ് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത്. കാരണം ഉണ്ടാക്കി കഴിഞ്ഞ് ഇതെല്ലാം കൂടെ ഫസ്റ്റ് ടൈം കൊണ്ടുവന്ന് വെക്കുമ്പോൾ നല്ല രസമായിരിക്കും. പക്ഷെ പിന്നീട് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകൽ നല്ല ബുദ്ധിമുട്ടായി വരും. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള സാധനങ്ങളൊക്കെ വാങ്ങി വെക്കുകയാണ് ഏറ്റവും നല്ലത്. പിന്നെ ഈ ഒരു ഏരിയയിലേക്ക് നമ്മൾ വേറെ വലിയ വിൻഡോസ് ഒന്നും കൊടുത്തിട്ടില്ല. കാരണം ഇതൊരു ഓപ്പൺ ഹോൾ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം ലൈറ്റൊക്കെ എല്ലാ ഏരിയയിലേക്കും എത്തും. പിന്നെ അത് മാത്രമല്ല, TVയിലേക്ക് റിഫ്ലക്ഷൻ കൂടുതൽ വരാതിരിക്കാൻ വേണ്ടി നമ്മൾ ഈ ഒരു ഏരിയയിലേക്ക് വല്ലാതെ ലൈറ്റിംഗ് വേണ്ടാന്ന് തീരുമാനിച്ചിരിക്കായിരുന്നു. അവിടെ 4 പെർഗോള പോലെ കൊടുത്തിട്ടുണ്ട്. ആ പെർഗോള ഭയങ്കര വീതിയായിരുന്നു കേട്ടോ. ഞങ്ങൾ നാട്ടിൽ വന്ന് നോക്കിയപ്പോൾ അതിൻ്റെ ഉള്ളിൽ കൂടെ ചെരിഞ്ഞ് നിന്ന ഒരാൾക്ക് ഇങ്ങോട്ട് കയറാം. അത്രക്കും, അതായത് കുട്ടികൾക്കൊക്കെ ഇങ്ങോട്ട് കയറാൻ പറ്റും. അത്രക്കും വീതിയിലാണ് അത് ചെയ്തത്. അതുകൊണ്ട് പിന്നെ ഞങ്ങൾ വന്നതിൻ്റെ ശേഷം അതെന്താ ചെയ്യാന്ന് വെച്ചാൽ അതിൻ്റെ നടുക്ക് നമ്മൾ നല്ല കട്ടിയുള്ള വണ്ണമുള്ള ഇരുമ്പിൻ്റെ റോഡ് കൊടുത്ത് ഫിറ്റ് ചെയ്തിട്ട് അങ്ങനെ നമ്മൾ അതിൻ്റെ വീതി കുറക്കുകയാണ് ചെയ്തത്. അതുപോലെ തന്നെ നല്ല ഹൈറ്റ് ഉണ്ടായിരുന്നു, താഴെ മുട്ടി നിൽക്കുന്ന വരെ ഹൈറ്റ് ഉണ്ടായിരുന്നു. പക്ഷേ സിറ്റ് ഔട്ടിൽ, അതിൻ്റെ അപ്പുറം വരുന്ന സിറ്റ് ഔട്ടല്ലേ, അപ്പോൾ സിറ്റ് ഔട്ടിൽ നമുക്ക് അവിടെ ബെഞ്ചിടാൻ വേണ്ടിയിട്ട് ആ ഒരു ഹൈറ്റിലേക്ക് നമ്മളൊരു അവിടെ പടുത്ത് അത് കവർ ചെയ്തിട്ട് നമ്മൾ അതിൻ്റെ ഹൈറ്റ് കുറക്കുക ചെയ്തത്. എന്നിട്ട് കുറച്ച് വലിപ്പമുള്ള ഉയരമാക്കി നമ്മൾ ആ പെർഗോള. അത് മാത്രമല്ല, അവിടെ ഗ്ലാസ് വെച്ച് അടക്കണ്ട. ഈ ഒരു ഏരിയയിലേക്ക് ഇനി ഇൻകേസ് ചൂട് കൂടുകയാണെങ്കിൽ നമുക്ക് തുറന്നിടാൻ പറ്റുന്ന രീതിയിൽ തുറന്നിടാൻ പറ്റുന്ന ഡോറുകളാണ് നമ്മൾ ഈ പെർഗോളക്ക് 4 എണ്ണം കൊടുത്തിട്ടുള്ളത് കേട്ടോ. കുറ്റിയൊക്കെ വെച്ചിട്ട് നല്ല സേഫ് ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിനെക്കുറിച്ച് അറിയണമെന്നുള്ളവർ താഴെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ ഒരു പെർഗോളനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വീഡിയോ ചെയ്യാം. ഇനി നമുക്ക് ഇവിടെ ഇട്ടിട്ടുള്ള സോഫേനെ കുറിച്ച് പറയാം. ഇവിടെ ഈ ഒരു സോഫേൻ്റെ കളർ നമ്മൾ യെല്ലോ കളറാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അത് മൊത്തത്തിൽ വീട്ടിൽ വൈറ്റ്, ഗ്രേ അങ്ങനെയൊക്കെ വന്നപ്പോൾ അതിൽ നിന്ന് ഒന്ന് എടുത്ത് നിൽക്കുന്ന വേറൊരു സെപ്പറേറ്റ് കളർ വേണമെന്ന് വിചാരിച്ചപ്പോഴാണ് നമ്മൾ യെല്ലോയിലേക്ക് പോയത്. ഈ സോഫിൻ്റെയും TVൻ്റെയും ഇടയിലുള്ള ഡിസ്റ്റൻസ് ഏകദേശം ഒരു 17 അടിയാണ് നമ്മൾ വിട്ടിട്ടുള്ളത്. ആ ഒരു 17 അടിൻ്റെ ദൂരമാണ് നമ്മൾ സോഫയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ TV കാണുമ്പോൾ അത്രയും ദൂരമാണ് കേട്ടോ അതിൻ്റെ ഇടയിലുള്ളത്. പിന്നെ ഈ ഒരു സോഫ ഒരു L ഷേപ്പിൽ വേണമെന്നുള്ളത് നമുക്ക് നല്ല നിർബന്ധം ഉണ്ടായിരുന്നു. ഇത് നമ്മൾ പ്രത്യേകം പറഞ്ഞ് ചെയ്യിച്ചതാണ്. എവിടെ നിന്ന് ചെയ്താന്നൊക്കെ ഞാൻ ഫോമൽ ലിവിങ് ഏരിയൻ്റെ വീഡിയോ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഡൈനിങ് ഏരിയൻ്റെ വീഡിയോ ഒക്കെ ചെയ്തപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അവരെന്നെയാണ് മഞ്ചേരിയിലുള്ള പരവതാനി എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ടീം തന്നെയാണ് നമുക്ക് ഈ ഒരു സോഫയും ചെയ്തു തന്നിട്ടുള്ളത്. ഈ സോഫൻ്റെയൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്കിത് നല്ല വീതിയിലാണ് ഇരിക്കുന്നത്, അത്യാവശ്യം നല്ല വീതിയിൽ. അതായത് ഈ കുഷ്യൻസ് ബാക്കിൽ നമ്മൾ ചാരി ഇരിക്കാനുള്ള കുഷ്യൻസ് എടുത്ത് മാറ്റി കഴിഞ്ഞാൽ ഒരു സിംഗിൾ ബെഡിൻ്റെ വീതിയാണ് ഈ ഒരു സോഫക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ നമുക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള, ഒരാൾക്ക് സുഖമായിട്ട് കിടന്നുറങ്ങാനുള്ള വീതി നമുക്ക് ഇതിമ കിട്ടും. അപ്പോൾ നമുക്ക് ഗസ്റ്റ് ഒക്കെ ഉണ്ടാകുന്ന സമയത്തൊക്കെ നല്ല സുഖമാണ്. നമ്മൾ സെപ്പറേറ്റ് വേറൊരു ബെഡിൻ്റെ ഒന്നും ആവശ്യമില്ല, ബെഡ്റൂമും ബെഡും ഒന്നും ആവശ്യമില്ല. നമുക്ക് ഈ ഹാളിലൊക്കെ ഈ സോഫകളൊക്കെ ബെഡായിട്ട് തന്നെ യൂസ് ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ സോഫ ഇങ്ങനെ തരഞ്ഞ് നടക്കാനുള്ള ഒരു
റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു സോഫ സാധാരണ നമ്മൾ സോഫ എവിടെ ഇടുക, ചുമരിനോട് ചാരിയിട്ട് എവിടെയെങ്കിലൊക്കെ അല്ലേ ഇടുക, അപ്പോൾ സോഫന്റെ ബാക്ക് ഭാഗം കാണൂലല്ലോ. പക്ഷേ ഇവിടെ നമുക്ക് എന്താ പറ്റിയെന്ന് വെച്ചാൽ ഇത് സെൻറ്റർ ഏരിയ ആണ്, വീടിന്റെ സെൻറ്റർ പോർഷൻ ആയതുകൊണ്ട് തന്നെ സോഫന്റെ ബാക്ക് സൈഡ് എന്തായാലും കാണും, എവിടെ ചാരിയിട്ടല്ല നമ്മൾ സോഫ ഇടുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളെ സോഫന്റെ ബാക്കിൽ വരുന്ന സ്റ്റിച്ചും കാര്യങ്ങളും അതിമ വരുന്ന സ്റ്റാപ്ലർ അങ്ങനത്തെ സംഗതികളൊക്കെ ബാക്കിൽ നിന്ന് ഡൈനിങ് ഏരിയ എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ശരിക്കും കാണാൻ പറ്റും. അപ്പോൾ അതൊരു ബോറായിട്ട് തോന്നിയപ്പം നമുക്ക് അവർ തന്നെ പരവതാനിന്റെ ടീമിന്റെ നമുക്ക് ഇങ്ങോട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു ഐഡിയ ആണ് ഈ ഒരു കൺസോൾ യൂണിറ്റിന്റെ കൺസെപ്റ്റ് കേട്ടോ. അപ്പോൾ നമുക്കതൊരു ഷോപ്പീസൊക്കെ വെക്കാനുള്ള ഒരു ഷോക്കേസ് പോലെ ഉപയോഗിക്കുകയും ചെയ്യാം. എന്നാൽ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഇതുപോലെ ഇട്ടിട്ടുണ്ടെങ്കിൽ ഇത് കണ്ടോ, ഞാൻ ഇപ്പോൾ ഇത് നീക്കിയില്ലേ, അതായത് ഇത് സോഫം ഇങ്ങനെ സ്ക്രൂ ചെയ്ത് ഫിക്സ് ചെയ്തിട്ടൊന്നും ഇല്ല, ഇതിന്റെ ബാക്കിൽ ഓപ്പൺ ആണ്. ബാക്കിൽ ഇതിന് അതായത് ഈ ഒരു ഷെൽഫ് ഇങ്ങനെ ഓപ്പൺ ആയിട്ടാണ് നിൽക്കുന്നത്, ഫ്രണ്ട് ഭാഗം ഓപ്പൺ ബാക്ക് ഭാഗം ഓപ്പൺ. അത് ബാക്കിൽ അതിന് പലകൊന്നും വെച്ച് അടച്ചിട്ടൊന്നുമില്ല, ജസ്റ്റ് നമ്മൾ ഈ സോഫേനോട് ചാരി നീക്കി ഇടുന്നു എന്ന് മാത്രം. അപ്പൊ അങ്ങനെ നീക്കി ഇടുമ്പോൾ നമ്മൾ ഈ മറ്റുള്ള ഏരിയ എന്നൊക്കെ ഒരു ഓപ്പൺ ഏരിയ ആയതുകൊണ്ട് അവിടെ നിന്ന് നോക്കുമ്പോൾ നല്ല നീറ്റായിട്ട് തോന്നും, നല്ലൊരു ഭംഗി, പ്രത്യേക ഭംഗിയുണ്ട്. സോഫന്റെ അതേ കളർ തന്നെയാണ് നമ്മൾ ഈ ഒരു കൺസോൾ യൂണിറ്റിന് എടുത്തത്. അതിന്റെ മുകൾ ഭാഗം മാത്രം നമ്മളൊരു വുഡിന്റെ കളറാണ് സെലക്ട് ചെയ്തത്. അപ്പൊ നമുക്ക് ഇത് ഇവിടെ നമുക്ക് ചായക്കപ്പൊക്കെ വെക്കാം, സോഫം ഇരുന്നൊക്കെ സംസാരിക്കുന്ന സമയത്ത് നമ്മൾ ടീയും കോഫിയൊക്കെ കുടിക്കുന്ന സമയത്ത് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അവിടെ വെക്കാം. അങ്ങനത്തെ കുറെ യൂസസ് ഉണ്ട്. ഇപ്പൊ ഈ ഇതിന്റെ ഉള്ളിൽ കൂടെ കണ്ടോ നിങ്ങൾ, സോഫന്റെ ബാക്ക് സൈഡാണ് കാണുന്നത്, അല്ലാതെ അവിടെ വേറെ പലകയൊന്നുമില്ല, ഓപ്പൺ ആണ്. നമ്മൾ അവിടെ ചാരി ഇടുമ്പോൾ സോഫ ഇങ്ങനെ കാണുമ്പോൾ പക്ഷെ രണ്ട് സോഫന്റെയും ഇതിന്റെയും കളർ ഒന്നായതുകൊണ്ട് നമുക്ക് അങ്ങനെ പ്രത്യേകിച്ച് മനസ്സിലാവില്ല. അങ്ങനെ നമ്മൾ ചിലവ് ചുരുക്കാൻ വേണ്ടി ആ ഭാഗത്ത് ഓപ്പൺ ആയിട്ട് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇതിപ്പോ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് എങ്ങോട്ടെങ്കിലും മാറ്റണമെങ്കിലൊക്കെ നല്ല സുഖമാണ്. ഇത് ഈ സോഫ 3 പീസാണ്. ഒന്നാ എൽ ഷേപ്പിൽ നിൽക്കുന്ന ഭാഗം ഒരു പീസ്, എന്താ പറയുക മറ്റേത് ഒരു പീസ്, അതുപോലെ തന്നെ ഈ ഒരു കൺസോൾ യൂണിറ്റ് വേറൊരു പീസ്, അങ്ങനെ 3 പീസായിട്ടാണ് ഈ സോഫ ഉള്ളത്. പിന്നെ അതുപോലെ തന്നെ ഈ സോഫ ഞാൻ കാണിക്കുമ്പോൾ ചില സമയത്തൊക്കെ യെല്ലോ കളർ അല്ലാതെ അതിമ ഒരു ഗ്രേ കളർ ബെഡ്ഷീറ്റ് ഞാൻ വിരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും. അത് ഇവിടെ ഒരു പൊടിൻ്റെ ഇഷ്യൂ ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇവിടെ മണ്ണെടുക്കുന്ന ഒരു പ്രോസസ്സ് ഇതിൻ്റെ അടുത്ത് നടക്കണോണ്ട് ഞാൻ ഇതിമ ഇടയ്ക്ക് ഇങ്ങനെ കവർ ചെയ്തിരുന്നുണ്ട്. അപ്പോൾ ഞാനിത് പലപ്പോഴായിട്ട് എടുത്തിട്ടുള്ള വീഡിയോ ആയതുകൊണ്ടാണ് ചില ക്ലിപ്പിൽ നിങ്ങൾ അങ്ങനെ കാണുന്നത് കേട്ടോ, അതിൻ്റെ മേലൊരു ഷീറ്റ് വിരിച്ചിട്ടുള്ളതായിട്ട് കാണുന്നത്. ഈ ഒരു ഏരിയയിലേക്ക് ടി വി സെലക്ട് ചെയ്ത സമയത്ത് അത്യാവശ്യം വലിയ ഒരു സൈസുള്ള ടി വി തന്നെ വേണം എന്ന് നമ്മൾ തീരുമാനിക്കാനുള്ള കാരണം, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ സോഫൻ്റെയും ടി വിൻ്റെയും ഇടയിൽ വരുന്ന ഡിസ്റ്റൻസ് ഒരു 17 അടിയൊക്കെ ഉള്ളൂ എന്ന്. പക്ഷെ നമ്മൾ അവിടെ നിന്ന് മാത്രമല്ല ടി വിയിലേക്ക് ആക്സസ് ഉള്ളത്, ഈ ഒരു ഡൈനിങ് ഏരിയ അതിൻ്റെ തൊട്ട് ബാക്കിൽ വരുന്നതാണ് ഈ ഒരു ഡൈനിങ് ഏരിയ. അപ്പോൾ ഇവിടെ നിന്നും നമുക്ക് അതേ ടി വിയിലേക്ക് ആക്സസ് വേണം, അവിടേക്ക് കാണാൻ പറ്റണം. അപ്പോൾ കാണുന്ന സമയത്ത് ചെറിയ ടി വി ആണെന്നുണ്ടെങ്കിൽ അത് അത്ര ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റൂല, അത്ര എന്താ പറയുക, പൊതുവേ ഞങ്ങൾക്കൊക്കെ കാഴ്ച കമ്മിയുള്ള ആൾക്കാരാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ അങ്ങോട്ടേക്ക് ശരിക്കും കാണാൻ പറ്റൂല. അപ്പോൾ ആ സമയത്ത് ടി വി ഇടണം എന്നുണ്ടെങ്കിൽ അങ്ങോട്ടേക്ക് ശരിക്കും കാണാനുള്ള ഒരു സൈസ് വേണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ 55 ഇഞ്ച് സൈസുള്ള ഒരു ടി വിയാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇവിടുന്ന് മാത്രമല്ല, ഈ ഒരു സെയിം ഇവിടുന്ന് ഫുഡ് കഴിക്കുമ്പോൾ ഇരുന്ന് കാണുന്നതും അതുപോലെ തന്നെ നമ്മൾ കിച്ചണിൽ വർക്ക് ചെയ്യുന്ന സമയത്ത്, കിച്ചൺ ഓപ്പൺ കിച്ചൺ ആണല്ലോ, അപ്പോൾ അവിടെ വർക്ക് ചെയ്യുന്ന സമയത്തും ഇനിയിപ്പോൾ കുട്ടികളൊക്കെ ടി വി കാണുന്നുണ്ടെങ്കിൽ ആ ടി വിയിലേക്ക് നമുക്ക് ആക്സസ് കിട്ടണമല്ലോ. അപ്പോൾ അപ്പോഴും നമുക്ക് ആ ഒരു ക്ലാരിറ്റി കിട്ടണം എന്നുണ്ടെങ്കിൽ ടി വിക്ക് അത്യാവശ്യം സൈസും ക്ലാരിറ്റി ഒക്കെ വേണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വലിയൊരു ടി വി സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ കിച്ചണ്, ഇവിടെ നിന്നിട്ടാണ് നമ്മൾ കുക്ക് ചെയ്യാം. അപ്പോൾ കിച്ചനെ കുറിച്ചുള്ള ഡീറ്റെയിൽ വീഡിയോ ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അതിൻ്റെ മെഷർമെൻറ്റും യൂസ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽസും എല്ലാ കാര്യങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർക്ക് ആ വീഡിയോ പോയി കാണാം കേട്ടോ. പിന്നെ ഇതാണ് നമ്മുടെ കിച്ചണിലെ ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ, അതായത് ഡൈനിങ് ഏരിയനോട് ചേർന്ന് വരുന്ന ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറാണിത്. ഈ ഒരു കൗണ്ടറിൻ്റെ ഇവിടെ നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ടി വിയിലേക്ക് ഡയറക്റ്റ് ആക്സസ് ഉണ്ട്. കുട്ടികൾ ആ സോഫയിൽ ഇരുന്നിട്ട് എന്താണ് ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കണമെന്ന് നമുക്ക് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ കുറച്ച് സൈസുള്ളൊരു ടി വി സെലക്ട് ചെയ്യാൻ ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ നേരത്തെ ഞാൻ തുടക്കത്തിൽ പറഞ്ഞിട്ടുള്ള എന്തുകൊണ്ടാണ് നമ്മൾ ഓപ്പൺ സെറ്റപ്പിൽ ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തെടുത്തത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു റീസൺ ആണ് കേട്ടോ. ഇതൊക്കെ നമുക്കിത് ഈ വീടിൻ്റെ ഏതൊരു ഏരിയയിൽ നിന്ന് കഴിഞ്ഞാലും, ഏതൊരു സൈഡിൽ നിന്ന് കഴിഞ്ഞാലും ഓപ്പൺ ആയിട്ടുള്ള ഏരിയ കേട്ടോ. ബെഡ്റൂം ഒഴിച്ച് ബെഡ്റൂമിലേക്ക് നമുക്ക് പിന്നെ ടി വി ആക്സസ് ഒന്നും വരുന്നില്ല, ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ പോയാൽ മതി എന്നുള്ള ഒരു കൺസെപ്റ്റാണ്. അല്ലാത്ത ഏരിയയിൽ നമ്മൾ എവിടെ ഇരുന്ന് കഴിഞ്ഞാലും നമ്മളെല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും തമ്മിലൊരു കണക്ഷൻ കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും, എന്താണ് മറ്റേ ആൾ ചെയ്യുന്നതെന്ന് നമുക്ക് എപ്പോഴും കണ്ടുകൊണ്ടിരിക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു രീതിയിൽ സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ട് ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ ഒരു വീഡിയോനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും അത് പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആർക്കെങ്കിലുമൊക്കെ യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ അവർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും വീഡിയോ ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ. താങ്ക്